വെള്ളാരം കുന്ന് ഗ്രാമത്തിന് തൊട്ടടുത്തായിരുന്നു കരിങ്കാട്. സിംഹവും പുലിയുമെല്ലാം വിഹരിച്ചിരുന്ന കാടായിരുന്നു അത്. കാടിനും ഗ്രാമത്തിനും ഇടയ്ക്കുള്ള പുഴ വരെ മാത്രമേ നാട്ടിലെ മൃഗങ്ങൾ പോയിരുന്നുള്ളൂ. ആ പുഴ നീന്തിക്കടക്കാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ കൂട്ടുകാരായ 4 കാളകൾ പുഴയിൽ വെള്ളം കുടിക്കാനെത്തി. ചിമ്പു, നീ എന്താ കാട്ടിലേക്ക് നോക്കി നിൽക്കുന്നത്? അക്കരെ നല്ല പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നത് കണ്ടോ? അത് തിന്നാൻ കൊതിയാകുന്നു. ഈ പുഴ നീന്തിക്കിടന്ന് അക്കരയ്ക്ക് പോകുന്നത് അപകടമാണ്. വന്യമൃഗങ്ങൾ ഏത് സമയത്തും ചാടി വീഴാം. ഇപ്പോഴാണെങ്കിൽ കാട്ടാനകൾ കുളിക്കാനിറങ്ങുന്ന സമയമാണ്. നമ്മുടെ ശക്തിക്ക് മുന്നിൽ കാട്ടാനകൾക്കല്ല, സിംഹരാജാവിന് പോലും പിടിച്ചു നിൽക്കാനാവില്ല. അതൊക്കെ ശരി തന്നെ. എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. നീ ഇപ്പൊ വെള്ളം കുടിക്ക്. മുറുകച്ച, ആ പോകുന്ന കാളകളെ കണ്ടോ? നല്ല തടിച്ചു കൊഴുത്ത കാളകൾ. ഓരോന്നിനെയായങ്ങ് പിടിച്ച് തിന്നണം. അതെ സിംഹരാജാവേ, പക്ഷെ അതിന് യവന്മാർ ഇക്കരയ്ക്ക് വരുന്നില്ലല്ലോ. അതെ അതെ. അതാ ആനകൾ കുളി കഴിഞ്ഞ് കാട്ടിലേക്ക് പോകുന്നു. ഇനി കുഴപ്പമില്ല, വാ നമുക്ക് പുഴ നീന്തിക്കടന്ന് പച്ചപ്പുല്ല് തിന്നാം. ആ ശരി, പക്ഷേ നല്ലപോലെ സൂക്ഷിക്കണം. 2 പേർ പുല്ല് തിന്നുമ്പോ മറ്റു 2 പേർ കാട്ടുമൃഗങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കണം. ഓക്കേ, അപ്പോ റെഡി? 1 2 3. പുഴ നീന്തിക്കടന്ന് കാളകൾ അക്കരെ എത്തി. നല്ല പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നത് കണ്ട് ചിമ്പു ആർത്തിയോടെ അങ്ങോട്ടോടി. ചിമ്പുവും മുത്തുവും പുല്ലു തിന്നുമ്പോൾ കല്ലനും ചിന്നനും ചുറ്റും നിരീക്ഷിച്ചു നിന്നു. ഇതെല്ലാം കണ്ട് സിംഹരാജാവ് പാറയുടെ മുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു, കൂടെ കുറുക്കച്ചാരും. തേടിയ വള്ളി കാലി ചുറ്റി കാളകൾ പുഴ കടന്നു വന്നു. ഇന്നൊന്നിനെ പിടിച്ച് ശാപ്പിടാം. അയ്യോ, അതാ സിംഹം വരുന്നു. നമുക്ക് ഓടി രക്ഷപ്പെടാൻ ഇനി സമയമില്ല. എല്ലാവരും റെഡിയായി നിൽക്കാം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ അവൻ ഇവിടുന്ന് തുരത്താം. അതെ, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളെ അവൻ പിടിച്ച് തിന്നും. എന്ത് വേണം? ഇവന്മാർ വിചാരിച്ച പോലെയല്ല. കൂട്ടത്തോടെ നിൽക്കുമ്പോ ആക്രമിക്കാൻ പോകുന്നത് മണ്ടത്തരമാണ്. തൽക്കാലം തിരിച്ചു പോകാം. സിംഹം പതുക്കെ പിന്തിരിഞ്ഞ് കാട്ടിനകത്തേക്ക് പോയി. പാലും ചുരുട്ടി പുറകെ കുറുക്കനും. എന്നാലും രാജാവേ, വല്ലാത്ത നാണക്കേടായിപ്പോയി. കാട്ടിലെ രാജാവിനെ നാട്ടിൽ നിന്നും വന്ന 4 കാളകൾ പേടിപ്പിച്ചു. സിംഹരാജാവ് ജീവനും കൊണ്ട് ഓടി. എന്തൊരു നാണക്കേട്! അവന്മാരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവരെ പിടിക്കാൻ എന്റെ കയ്യിൽ അവർ 4 പേരും ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് അവരുടെ ശക്തി. ആ സമയത്ത് അവരെ ആക്രമിക്കാൻ പോയ പണി പാളും. അതൊക്കെ ശരി തന്നെ. എന്താണ് നിന്റെ സൂത്രമെന്ന് പറ. ഞാൻ ആ കാളകളിൽ ഒരാളെ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഇക്കരേക്ക് കൊണ്ടുവരാം. ഒറ്റയ്ക്ക് നിൽക്കുന്ന കാളയെ സിംഹരാജന് പെട്ടെന്ന് ഓടിച്ചിട്ട് പിടിക്കാം. നീ ആള് കൊള്ളാവല്ലോടാ കുറുക്കച്ച. എങ്കിൽ നാളെ തന്നെ ഒരു കാളയെ നീ സൂത്രത്തിൽ ഇക്കരയ്ക്ക് കൊണ്ടുപോവാ. അതൊക്കെ കൊണ്ടുവരാം. പക്ഷേ കിട്ടിയതിന്റെ പകുതി സിംഹരാജൻ എനിക്ക് തരണം. അതെ, എനിക്ക് കിട്ടിയത് ഞാൻ ആരുമായും പങ്കിടാറില്ല. ഞാൻ തിന്ന ശേഷം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിനക്കെടുക്കാം. ശരി സിംഹരാജൻ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വരാം. അങ്ങനെ വഴിക്ക് വാ. ശരി, നാളെ ഒരുത്തനെ ഞാൻ അങ്ങയുടെ മുന്നിലേക്ക് കൊണ്ടുവരാം. ഈ കള്ളക്കുറുക്കൻ ആ കാളകളെ കൊലക്കി കൊടുക്കും. എന്ത് വേണം? എനിക്കൊന്നും വേണ്ട, പക്ഷേ നിനക്കെന്ത് വേണമെന്ന് എനിക്കറിയാം.
ഈ പുഴയുടെ അക്കരെ നിൽക്കുന്ന പച്ചപ്പുല്ലിലാണ് നിന്റെ കണ്ണെന്ന് എനിക്കറിയാം. പക്ഷേ സിംഹരാജാവ് നിങ്ങളെ ആ പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. നിനക്ക് ആ പുല്ല് തിന്നണമെങ്കിൽ ഞാൻ സഹായിക്കാം. ഇവനെ വീഴ്ത്താൻ എളുപ്പമാണ്. ആ, ഞാൻ പറയുന്നത് അപ്പൊ നീ പുഴയിലേക്ക് ചാടി നീന്തി അങ്ങ് രക്ഷപ്പെടണം. തിന്നാൻ കൊതിയാകുന്നല്ലേ? വേഗം പോയി വയറ് നിറച്ച് തിന്നോ. ഞാൻ സിംഹരാജൻ ഉണരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാം. ഈ സമയം സിംഹരാജൻ മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് മരക്കൊമ്പിൽ അണ്ണാറക്കണ്ണനും ആ കുറുക്കൻ ഒരു കാളയെ കുരുക്കി. ഇന്ന് സിംഹം അവനെ പിടിച്ച് തിന്നും. എത്രയും പെട്ടെന്ന് ഈ കാളയുടെ കൂട്ടുകാരെ വിവരം അറിയിക്കണം. കൂട്ടരെ ഓടിവാ, നിങ്ങളുടെ കൂട്ടുകാരൻ ആ സിംഹത്തിന്റെ മുന്നിൽ പെട്ടു. ആ കള്ളക്കുറുക്കൻ അവനെ ചതിച്ചു. അപ്പൊ ചിമ്പു നമ്മുടെ കൂടെ വന്നില്ലേ? വേഗം വാ, നമുക്കവനെ രക്ഷിക്കാം. അയ്യോ, കുറുക്കൻ ചതിച്ചല്ലോ. ഇനി എങ്ങനെ രക്ഷപ്പെടും? അയ്യോ, സിംഹരാജാവേ, അതാ അവന്മാർ വന്നു. ഇനി രക്ഷയില്ല, ഓടിക്കോ. എന്നോട് ക്ഷമിക്കണം. ആ കുറുക്കൻ എന്നെ